ഹായ് എല്ലാവർക്കും നമസ്കാരം. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം അങ്കമാലി അഡ്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ രണ്ടാം ദിവസം തുടരുകയാണ്. വളരെ ഗംഭീരമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ലോകോത്തര കമ്പനികളുടെ വലിയൊരു ശൃംഖല തന്നെ അവരുടെ എക്യുപ്മെന്റുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിഞ്ഞു. എൻ്റെ പിന്നിൽ കാണുന്നത് പോലെ വലിയ ഒരു നിര തന്നെ, വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് ഹ്യുണ്ടായി, JCB, കൊബേൽക്കോ, അങ്ങനെ നിരവധി കമ്പനികളാണ് ഈ എക്സ്പോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷ്വലിൽ നിന്ന് കാണുന്നത് പോലെ വളരെ ഭംഗി നിറഞ്ഞൊരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഈ എക്സ്പോയുടെ പേജിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ രാത്രിയിൽ ഈ JCBകൾ ഇങ്ങനെ കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ അഡ്ലെക്സ് കൺവെൻഷൻ സെൻ്ററിൻ്റെ ഈ മുറ്റത്ത് ഇങ്ങനെ കൂട്ടത്തോടെ നിരനിരയായി ഈ JCBകളൊക്കെ കിടക്കുന്നതാണ്. വളരെ ഭംഗി നിറഞ്ഞൊരു കാഴ്ച നമുക്കാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. ഇതിപ്പം പകൽ ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പകൽ ദൃശ്യങ്ങളാണ്. ചെറിയ JCB മുതൽ വലിയ JCB വരെ. ഇപ്പോൾ ഈ പറയുന്നത് എനിക്ക് ഒരു JCB എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. JCB എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരായിരുന്നു, അതൊരു വലിയ കമ്പനിയായി പിന്നെ മാറി, അതൊരു ബ്രാൻഡായി മാറി. പക്ഷെ പല കമ്പനികൾ ഈ ഒരു ആധുനിക സാങ്കേതിക വിദ്യയുടെ യന്ത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പല കമ്പനികൾ ഇന്ന് രംഗത്തുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ ധാരാളം ആൾക്കാരാണ് ഈ എക്സ്പോ കാണുവാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു കൊച്ചുകുട്ടി ഇപ്പം JCBയിൽ കയറിയിരുന്ന് അതിൻ്റെ വളയം പിടിക്കുന്ന കാഴ്ചകൾ കണ്ട് ഇപ്പം കാണുന്ന കണ്ടില്ലേ. കൊച്ചുകുട്ടികളെല്ലാം ഈ വളരെ കൗതുകത്തോടു കൂടി, ഇപ്പം നമ്മൾ പ്രായമുള്ളവരാണെങ്കിൽ പോലും വളരെ കൗതുകത്തോടെയാണ് ഈ JCBകളെ എല്ലാം കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നത്. നമ്മുടെ ആനയോടും മാമത്തിനോടും ഒക്കെ ഉപമിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആധുനിക യന്ത്രങ്ങളുടെ എല്ലാം രൂപകൽപ്പന വന്നിട്ടുള്ളത്. നമുക്കത് അറിയാവുന്നതാണ്. കാരണം ഒരുപാട് ചരിത്രങ്ങൾ ഇപ്പം നോവലുകളിലും എല്ലാം JCBയെ കുറിച്ച് പരാമർശിക്കുന്ന സംഗതികളെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ നേരത്തെ പറഞ്ഞില്ല, ആ കുട്ടി ആ വണ്ടിക്കകത്ത് കയറി എന്ത് കൗതുകത്തോടു കൂടിയിട്ടാണ് ആ സീറ്റിൽ കയറി ആ നിർത്തിയിട്ടിരിക്കുന്ന ആ JCBക്കകത്ത് കയറി അതിനെ നോക്കി കാണുന്നത്. ഈ കൊച്ചു കുട്ടികളൊക്കെ രണ്ടുപേര് ഇത് കണ്ടോ, അവർ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഈ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ഒരു കാഴ്ച. വളരെ വലിയ സന്തോഷത്തോടെ കൗതുകത്തോടെ അവർ നോക്കുന്നത്. ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ആന, മാമത്ത്, ഇതിനോടൊക്കെ ഉപമിക്കുന്ന രീതിയിലുള്ള ശരിക്കും പറഞ്ഞ വണ്ടിയുടെ ഒരു കൗതുകകരമായ ഒരു കാഴ്ച അത് നമുക്കിവിടെ കാണേണ്ടത് തന്നെയാണ്. കനത്ത ചൂടാണ് ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ മുറ്റത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിലും നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് ഈ എക്സ്പോ കാണാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പിക്കോൺ എന്ന് പറഞ്ഞിട്ട് 2025 എക്വിക്കോൺ എന്നാണ് ഈ എക്സ്പോയുടെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇവിടെയൊക്കെ നിരവധി സ്റ്റാളുകളൊക്കെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. SANY, മസാനി, അങ്ങനെ നിരവധി സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഇവിടെ എല്ലാം നിരവധി സ്റ്റാളുകളാണ് നമുക്ക് ചുറ്റും ഒന്ന് കാണുന്നത്. നമ്മുടെ കുറേ വിഷ്വൽസിലൊക്കെ അത് വന്നിട്ടുണ്ട്. അത് രാത്രിയായാലും പകലായാലും കാണാം. ഒരേപോലെ നല്ല ചന്തമുള്ള രീതിയിൽ അലങ്കരിച്ചിട്ടിരിക്കുന്ന ഓരോ സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മസാനി, ഐക്കോൺ സെഗ്മെൻറ്റ്സ് ആണ് അവരുടെ സ്റ്റാളിൻ്റെ ബ്രാൻഡ് ലൈൻ. അങ്ങനെ നിരവധി സ്റ്റാളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കുബാട്ട എന്ന് പറഞ്ഞ ഈ എക്സ്കവേറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നിരവധി കമ്പനികളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ രണ്ടാമത്തെ ദിവസവും നമുക്ക് ഇവിടെ ഏറെ സവിശേഷത തോന്നിയൊരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ ഫുഡ് സ്റ്റാള് ഈ എക്സ്പോ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം തന്നെയാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ എക്സ്പോയിലും നമ്മൾ കാണാറുള്ളത് പോലെ ഇവിടെയും ഫുഡ് കോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിലും വളരെ രസകരമായി തോന്നി, അല്ലെങ്കിൽ നമുക്ക് കൗതുകത്തോടെ നോക്കാവുന്ന അവരുടെ ആ പാചക രീതി, അതോടൊപ്പം തന്നെ ഇവർ ഈ വിളവി ഭക്ഷണം കൊടുക്കുന്ന രീതികൾ, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ആധുനിക കാലഘട്ടത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇവരിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ കൗണ്ടേഴ്സിൽ നിൽക്കുന്നത് ഈ പറയുന്ന പോലെ പിന്നെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഗതിയാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ വൈറ്റ് കോളർ ജോബിൻ്റെ പുറകെ ഓടുമ്പം യുവാക്കൾ സ്വന്തം ബിസിനസ്സിലേക്കും അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങളിലേക്കൊക്കെ വരണമെന്ന് അദ്ദേഹം ഒരു പ്രമുഖ വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കാരണം യുവ സംരംഭകരുടെ വലിയൊരു കൂട്ടം തന്നെയാണ് ഈ സ്റ്റാളിലും. എല്ലാ ചെറുപ്പക്കാരും വന്ന് ജോലി ചെയ്യുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർ ഏണിങ്സ് കണ്ടെത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ടോട്ടലായിട്ട് എല്ലാ തരത്തിലുള്ളവർക്കും ഒരു വരുമാന മാർഗം, പിന്നെ മറ്റുള്ളവർക്ക് കുറേ കാഴ്ചകൾ സമ്മാനിക്കുന്നു, ഒരു എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം അതിന് വർഷത്തിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമാണ് ഈ
സിഇഒയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള എക്സ്പോകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോ ഒരു വൈവിധ്യപൂർണ്ണമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കഴിഞ്ഞ 1.5 ദിവസം കൊണ്ട്, അതായത് ഏപ്രിൽ 29-ാം തീയതിയാണ് ഈ എക്സ്പോ ഇവിടെ ആരംഭിച്ചത്. അപ്പം ഏപ്രിൽ 29, 30 തീയതികൾ 2 ദിവസമായിട്ടാണ് ഈ എക്സ്പോ നടക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കമ്പനികൾ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കമ്പനികൾ, അങ്ങനെ നിരവധി പേര് ഇവിടുത്തെ ഓരോ സ്റ്റാളുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അവരുടെ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഏപ്രിൽ 30-ാം തീയതി രാത്രിയോട് കൂടിയിട്ടാണ് ഏപ്രിൽ 30-ാം തീയതി രാത്രിയോടുകൂടി, അതായത് 7 മണിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആരംഭിക്കും. ആ ഷോ തീരുന്നതോട് കൂടിയിട്ടാണ് ഈ എക്വിപ്കോൺ 2025 സിഇഒയുടെ സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ MP, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു. ഗാനമേളയ്ക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാദേശികമായി കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്നവർക്ക് ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അതേ രൂപത്തിലാണ് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലേക്കൊക്കെ ചുരുങ്ങി പോകുമ്പം ഇങ്ങനെയുള്ള വലിയൊരു ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെയുള്ള എക്സ്പോകൾ നമുക്ക് കാണുമ്പം ഉണ്ടാകുന്നൊരു സന്തോഷം വളരെ വലിയ കാര്യമാണ്. അങ്ങനെ ആൾക്കാരൊരു റിലാക്സേഷനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ എത്തുന്നു. മാത്രമല്ല ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ്. ഒരുപാട് പേര് ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുണ്ട്. 5000-ത്തിലധികം പേരെയാണ് ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനോടൊക്കെ അടുത്തിരിക്കുന്ന രീതിയിലുള്ള വലിയൊരു എണ്ണം തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇപ്പം ഈ മൊബൈലിൽ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് ഈ വാഹനങ്ങളുടെ എല്ലാം ചിത്രങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് നിരവധി പേരാണ് ഈ 2 ദിവസമായി ഈ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന ഈ എക്സ്പോ കാണുവാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 29-ാം തീയതി ആരംഭിച്ച ഈ എക്വിപ്കോൺ 2025 ഏപ്രിൽ 30-ാം തീയതി വൈകുന്നേരം 7 മണിയോടുകൂടി അവസാനിക്കുകയാണ്. 7 മണിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ് നടക്കാൻ പോകുന്നത്. ആ ഷോയോട് കൂടിയിട്ടാണ് ഇത് അവസാനിക്കുന്നത്.